ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും പ്രഭാതവന്ദനം. ഈ ദിനത്തിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 85-ാം സങ്കീർത്തനം 12-ാം വാക്യം. 85-ാം സങ്കീർത്തനം 12-ാം വാക്യം. യഹോവ നന്മ നൽകുകയും നമ്മുടെ ദേശം വിളതരുകയും ചെയ്യും. യഹോവ നന്മ നൽകുകയും നമ്മുടെ ദേശം വിളതരുകയും ചെയ്യും. 85-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ദൈവത്തെ നന്മ നൽകുന്ന ദൈവമായും ദേശത്തിൽ സമൃദ്ധി നൽകുന്ന ദൈവമായും വ്യക്തമായി അവതരിപ്പിക്കുകയാണ്. ഒരു പുതിയ ദിനം ദൈവം ദാനമായി തന്നിരിക്കുമ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ ജീവിത അനുഭവങ്ങളിലൂടെ ദൈവത്തെ നിർവചിക്കാനായി കഴിയണം. ഏത് അനുഭവങ്ങളിലൂടെയാണോ നാം കടന്നു പോകുന്നത്, ആ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് ദൈവത്തെ നിർവചിക്കാനായി കഴിയണം. ദൈവം നന്മ നൽകുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ജീവിതത്തിൻ്റെ ഏത് അനുഭവങ്ങളിലും നന്മ നൽകുന്ന ദൈവമാണ്. പാട്ടിൽ നാം പാടുന്നുണ്ടല്ലോ, നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ മായ്ക്കുന്നവൻ. നന്മ നൽകുന്ന ദൈവം മാത്രമല്ല, ദേശത്തെ സമൃദ്ധിയോടെ പരിപാലിക്കുന്ന ദൈവം. ആ ദൈവത്തെയാണ് നാം ഓരോരുത്തരും ആരാധിക്കുകയും ആ ദൈവത്തിലാണ് ആശ്രയം വയ്ക്കുകയും ചെയ്യുന്നത്. നന്മ നൽകുന്ന, ദേശം സമൃദ്ധിയോടെ പരിപാലിക്കുന്ന ദൈവത്തിൽ ആശ്രയം വെച്ച് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ കുടുംബങ്ങളിൽ ദൈവം നന്മ നൽകട്ടെ. നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ദൈവം നന്മ നൽകട്ടെ. കാലാകാലങ്ങളിൽ നന്മ നൽകുന്ന ദൈവത്തെ അനുഭവിച്ചറിയാൻ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് കൃപ ചെയ്യട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. സമൃദ്ധിയോടെ ഞങ്ങളെ നടത്തുകയും കാലാകാലങ്ങളിൽ നന്മകൾ തന്ന് ഞങ്ങളെ പോഷിപ്പിക്കുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവമേ, ഈ പുതിയ ദിനത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് പ്രാർത്ഥനയോടും സമർപ്പണത്തോടും ഈ ദിനം ആരംഭിക്കുമ്പോൾ ദൈവകൃപ ധാരാളം ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ മായ്ക്കുന്നവൻ. ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നന്മകൾക്കായും സ്തോത്രം. എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. ഞങ്ങൾ യാചിക്കാത്തതും ഞങ്ങൾ പ്രതീക്ഷിക്കാത്തതുമായ നന്മകൾ പോലും തന്ന് അങ്ങ് ഞങ്ങളെ നടത്തുന്നു. നന്ദിയോടെ വാഴ്ത്തുന്നു. കരുണയുള്ള കർത്താവേ, ഞങ്ങളെ സമൃദ്ധിയോടെ അങ്ങ് നടത്തുന്നത് കൊണ്ടും സ്തോത്രം. പ്രയാസങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്. എങ്കിലും മറുഭാഗത്തൊരു സമൃദ്ധിയുള്ള അനുഭവം ദൈവം ഞങ്ങൾക്ക് നൽകുന്നു. നന്ദിയോടെ വാഴ്ത്തുന്നു. ഓരോ കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഓരോ വ്യക്തികളെയും ദൈവം അനുഗ്രഹിക്കണമേ. രോഗാവസ്ഥയാൽ ഭാരപ്പെട്ട് ആശുപത്രികളിലും ഭവനങ്ങളിലുമായി കഴിയുന്നവരുണ്ട്. ചില ട്രീറ്റ്മെൻറ്റുകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവരുണ്ട്. സർജറിക്ക് വേണ്ടി ഒരുങ്ങുന്ന മക്കളുണ്ട്. അടിപ്പിണരാലുള്ള സൗഖ്യം ഓരോ നിൻ്റെ മക്കൾക്കും ദൈവം നൽകി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിദേശത്തായിരിക്കുന്ന, ദൂരത്തായിരിക്കുന്ന, മറ്റു വ്യത്യസ്തമായ ഇടങ്ങളിലായിരിക്കുന്ന എല്ലാവർക്കായും പ്രാർത്ഥിക്കുന്നു. അവിടെ സംരക്ഷകനായി കൂടെ ഇരിക്കുകയും സമൃദ്ധി കൊണ്ട് അങ്ങ് നിറയ്ക്കുകയും ചെയ്യണം. വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോഴും വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴും വ്യത്യസ്തമായ ഇടങ്ങളിൽ കടന്നു പോകുമ്പോഴും ദൂതന്മാരുടെ സാന്നിധ്യം അനുഭവിപ്പാൻ അവിടെ നിന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇടപെടുന്ന മേഖലകൾ
ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ഇന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ, ഇന്നത്തെ എല്ലാ പ്രവൃത്തികളിലും സർവശക്തനായ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നിൻ്റെ മക്കളോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥനയോടെ ഈ ദിനം ആരംഭിക്കട്ടെ. അവിടെ നിന്ന് കൂടെ ഇരുന്ന് അത്ഭുതകരമായിട്ട് നടത്തും. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.